ഓക്കെ. ഹലോ, കേൾക്കാമോ? അല്ല സാർ. ആ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. സ്ക്രീൻ കാണാമല്ലോ എൻ്റെ? കാണാൻ പറ്റുന്നുണ്ട് സാർ. ഓക്കെ. ഇനി നമ്മൾ അടുത്ത് ട്രേസ് വരയ്ക്കാൻ പോവാണ്. അവർ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദി ട്രേസസ് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഉം. അപ്പോൾ ആദ്യം നമ്മൾ ഹൊറിസോണ്ടൽ ട്രേസ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. ഹൊറിസോണ്ടൽ ട്രേസ് വരയ്ക്കാനായിട്ട് നമ്മുടെ ഈ ഫ്രണ്ട് വ്യൂവിനെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുക. XY ലൈനിലോട്ട് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുക ഫ്രണ്ട് വ്യൂവിനെ. ഉം. കണ്ടോ? ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്ന കാണുന്നുണ്ടോ? ഉണ്ട് സാർ, കാണുന്നുണ്ട്. ഓക്കെ. അതായത് ഇതുപോലെ XY ലൈനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ. ഓക്കെ ആണോ? ഹലോ, ഓക്കെ ആണോ? എക്സ്റ്റെൻഡ് ചെയ്തോ? അല്ല സാർ, ഓക്കെ ആണ്. ആ, ഓക്കെ. എന്നിട്ട് ഈ പോയിന്റിന് എച്ച് ഡാഷ് എന്ന് പേര് കൊടുക്കണം. എച്ച് ഡാഷ്, സ്മോൾ ലെറ്റർ എച്ച് ഡാഷ്. ദെൻ ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ ത്രൂ എച്ച് ഡാഷ്. എച്ച് ഡാഷിൽ കൂടി ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. എന്നിട്ട് ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഉം. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പോൾ ആ നേരത്തെ വരച്ച ലൈനിൽ വന്ന് ടച്ച് ചെയ്യും. അതിന് HT എന്ന് പേര് കൊടുക്കുക. അതാണ് ഹൊറിസോണ്ടൽ ട്രേസ്, HT. അപ്പൊ അവിടെ അവിടെ ഒരു പോയിന്റ്, ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഒരു പോയിന്റ് പോലെ ഡാർക്ക് ചെയ്ത് കാണിക്കുക. ഉം. ആ HT എന്ന് പറയുന്നത് അവിടെ ഒരു ചെറിയ സർക്കിൾ പോലെ വരച്ച് അതിനെ ഡാർക്ക് ചെയ്ത് കാണിക്കുക. ഓക്കെ. ഇനി അടുത്തത് VT വരയ്ക്കാനായിട്ട് ടോപ്പ് വ്യൂവിനെ XY ലൈനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതാ ഇങ്ങനെ ടോപ്പ് വ്യൂ, നേരത്തെ വരച്ച ടോപ്പ് വ്യൂവിന്റെ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുക XY ലൈനിലോട്ട്. അതിന് V എന്ന് പേര് കൊടുക്കുക. V, സ്മോൾ V. സ്മോൾ V. എന്നിട്ട് ഇതേപോലെ തന്നെ വിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കും. എന്നിട്ട് നേരത്തെ വരച്ച ഫ്രണ്ട് വ്യൂവിനെ ഈ ലൈനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ അങ്ങനെ വന്ന് ആ ഫ്രണ്ട് വ്യൂ വന്ന് ആ ലൈനെ ടച്ച് ചെയ്യും. ആ പോയിന്റ് ആണ് VT. ദിസ് പോയിന്റ് ഈസ് VT. ദിസ് പോയിന്റ് ഈസ് VT. ദിസ് പോയിന്റ് ഈസ് VT. ഓക്കെ. അപ്പൊ ആ പോയിന്റ് ഒന്ന് ഡാർക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണ് സാർ. ഓക്കെ. അപ്പം ഇത്ര ആയപ്പോഴത്തേക്ക് കഴിഞ്ഞു. ദിസ് ഇസ് ദി ആൻസർ. ഉം. ഓക്കെ. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം ഡയമെൻഷനിങ് ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ഡ്രോയിങ്സ് ഒക്കെ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഉം. ഡയമെൻഷൻസ് മാർക്ക് ചെയ്യണം. ഏത് ഫിഗർ വരച്ചാലും അതിൽ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യണം. ഓക്കെ. യെസ് സാർ.
ആദ്യത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈനിന്റെ ലെങ്ത് ആണ്. നമുക്കറിയാമല്ലോ എത്രയാ ലൈനിന്റെ ലെങ്ത്. ലൈനിന്റെ ലെങ്ത് എത്രയാ? ലൈനിന്റെ ലൈൻ എ ഡാഷ് ബി ഡാഷിന്റെ അല്ലേ? അല്ലല്ല, ലൈനിന്റെ ലെങ്ത്, ലൈനിന്റെ ലെങ്ത്, ലൈൻ. ക്വസ്റ്റിന് തന്നിട്ടുണ്ടല്ലോ ലൈനിന്റെ നീളം, ലൈൻ ലൈനിന്റെ നീളം 60. 60. അപ്പൊ അതിവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 60. 60 എന്നുള്ള ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്യണം, 60. യെസ് സർ. ഓക്കെ, അത് ഇതുപോലെ ഫ്രണ്ട് വ്യൂവിലും മാർക്ക് ചെയ്യണം, അതേപോലെ ഈ ടോപ്പ് വ്യൂവിലും മാർക്ക് ചെയ്യണം. 60 എന്നുള്ളത് ഫ്രണ്ട് വ്യൂവിലും ടോപ്പ് വ്യൂവിലും മാർക്ക് ചെയ്യണം. അത് ക്ലിയർ ആയല്ലോ? അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഫ്രണ്ട് വ്യൂവിന്റെ ആംഗിൾ എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, 30°. അത് മാർക്ക് ചെയ്യണം. പിന്നെ ടോപ്പ് വ്യൂവിന്റെ ആംഗിൾ തന്നിട്ടുണ്ട്, അത് എത്ര ഡിഗ്രിയാണ്? 45°. യെസ് സർ. ഓക്കെ, ഇനി ഇനി അടുത്തത് എ എന്നുള്ള പോയിന്റ് എബോവ് HP തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? 10 mm അല്ലേ? യെസ് സർ. അത് മാർക്ക് ചെയ്യണം. ദാ ഇത് കാണുന്നുണ്ടല്ലോ, 10 mm എബോവ് HP എന്നുള്ളത് മാർക്ക് ചെയ്യണം. ഇതേപോലെ എത്ര മില്ലിമീറ്റർ ആണ് ഇൻ ഫ്രണ്ട് ഓഫ് VP? 17 mm. 70. ഓക്കെ, അപ്പൊ 17 മില്ലിമീറ്റർ ഇതാ ഇതുപോലെ മാർക്ക് ചെയ്യണം. 17 മില്ലിമീറ്ററും ഇതുപോലെ മാർക്ക് ചെയ്യണം. 17 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് VP. ഓക്കെ, ഇനി ഇനി ചെയ്യേണ്ടത് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് മാർക്ക് ചെയ്യണം. ഫ്രണ്ട് വ്യൂ നമ്മൾ യെസ് സർ. പ്രൊജക്ഷൻ ആണ് വരയ്ക്കുന്നത്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും. അപ്പൊ ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് ഇതാ ഇതേപോലെ മാർക്ക് ചെയ്യണം. 42.43 ആണ് ലെങ്ത്. അത് മാർക്ക് ചെയ്യണം ഇതേപോലെ. ഇനി ഫ്രണ്ട് വ്യൂവിന്റെ ആംഗിൾ ഉണ്ട്, അത് മാർക്ക് ചെയ്യണം. ഫ്രണ്ട് വ്യൂവിന്റെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരുന്നു? 45° ആയിരുന്നു. അത് മാർക്ക് ചെയ്യണം. അതായത് ഇത്രയും ക്ലിയർ ആണല്ലോ? യെസ് സർ. ഓക്കെ, ഇനി അടുത്തത് ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് എത്രയാണെന്ന് നമ്മൾ മാർക്ക് ചെയ്യണം. ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് 51.96. ഇതേപോലെ ടോപ്പ് വ്യൂവിന്റെ ആംഗിൾ എത്രയായിരുന്നു? 54.7° അല്ലേ? 54.7°. ഈ ആംഗിളും മാർക്ക് ചെയ്യണം. ഇത്രയും ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് സർ. ഇനി ഈ പോയിന്റ് ബി, നമുക്കറിയാം പോയിന്റ് എ എത്ര മില്ലിമീറ്റർ ആണ് അബോവ് HP? പോയിന്റ് ആണെങ്കിൽ 10 മില്ലിമീറ്റർ. അപ്പൊ പോയിന്റ് ബി എത്ര മില്ലിമീറ്റർ അബോവ് HP? പോയിന്റ് ബി. പോയിന്റ് ബി ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. അതായത് ലോക്കസ് ലൈൻ കണ്ടോ? മേളത്തെ ലോക്കസ് ലൈൻ കണ്ടോ? കണ്ടു സർ. അപ്പൊ അത് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 40 mm. അതായത് ബി എന്നുള്ള പറയുന്ന പോയിന്റ് 40 mm എബോവ് HP ആണ്. മനസ്സിലായോ? ആ ഓക്കെ, ഇനി പോയിന്റ് എ എത്ര മില്ലിമീറ്റർ ആണ് ഇൻ ഫ്രണ്ട് ഓഫ് VP? പോയിന്റ് എ എത്ര പോയിന്റ് ആ എവിടുന്നാ എടുക്കണ്ടേ? അല്ല, പോയിന്റ് എ എത്ര മില്ലിമീറ്റർ ആണ്? ഏതാ ചോദിച്ചേ? അല്ലെ സാറ് ഏതിന്റെ മെഷർമെന്റ് എവിടെ തൊട്ട്? അല്ല, ഇത് മനസ്സിലായല്ലോ. പോയിന്റ് ബി എബോവ് HP എത്രയാണെന്ന് മനസ്സിലായല്ലോ. പോയിന്റ് ബി എബോവ് അത് HP. മനസ്സിലായി. ഓക്കെ, മനസ്സിലായി സാർ. ഇനി പോയിന്റ് എ ഇൻ ഫ്രണ്ട് ഓഫ് VP എത്രയാണെന്ന് നോക്കിയേ. പോയിന്റ് എ ഇൻ ഫ്രണ്ട് ഓഫ് VP, ഉണ്ടോ? അത് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് അല്ലേ? പോയിന്റ് എ ഇൻ ഫ്രണ്ട് ഓഫ് VP എത്രയാ? ഫ്രണ്ട് ഓഫ് വി പി ആണെങ്കിൽ 17. 17. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോയിന്റ് ബി ഇൻ ഫ്രണ്ട് ഓഫ് VP എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. അറിയുവോ? ഇല്ല. ഇല്ല ഇല്ല. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഡിസ്റ്റൻസ്, മെഷർമെന്റ് എടുത്ത് ഈ മെഷർമെന്റ് എടുക്കണം. ഈ മെഷർമെന്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും 59.43 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് VP. യെസ് സർ.
ഓക്കെ. അപ്പം അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? പോയിന്റ് ബി ഈസ് 59 എത്രയായിരുന്നു? 59.43. ഓക്കെ, 59.43 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ് ഇത് പോയിന്റ് ബി. ഇനി പോയിന്റ് ബി എബോവ് എച്ച് പി എത്രയായിരുന്നു? പോയിന്റ് ബി 40 mm എബോവ് എച്ച് പി. പോയിന്റ് ബി ഈസ് 40 mm above HP. Point B is 40 mm above HP. അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ. ക്ലിയർ സാർ. ഓക്കെ, ഇനി ലാസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ ട്രേസസ് മാർക്ക് ചെയ്തു. ഇനി ട്രേസസിന്റെയും ഡയമെൻഷൻസ് ഇതുപോലെ മെഷർ ചെയ്യണം. അതായത് എച്ച് ടി എന്നുള്ള പോയിന്റ് എത്ര മില്ലിമീറ്റർ ആണെന്ന് മാർക്ക് ചെയ്യണം. എന്താ കണ്ടോ? എച്ച് ടി എന്നുള്ളത് 2.86 മില്ലിമീറ്റർ ആണ്. കണ്ടോ? പുറത്തോട്ട് എഴുതി വെച്ചാ പോരെ? പുറത്തോട്ട് എഴുതിയാൽ മതി. ഇവിടെ ഇവിടെ വളരെ ചെറുതാണ്, ഇവിടെ സൈഡിലോട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ എച്ച് ടി എന്ന് പറയുന്നത് 2.86 ആണ്. സിമിലർലി ഇതേപോലെ വി ടി നോക്കുമ്പം എനിക്ക് കിട്ടുന്നത് വി ടി ആകുമ്പം 2.02 എന്ന് കിട്ടും. 2.02. ഓക്കെ, പിന്നെ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, എച്ച് ടിയും വി ടിയും തമ്മിൽ ഉള്ള ഈ രണ്ട് ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അതെത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2.02. ഈ 3 ഡിസ്റ്റൻസും നമ്മൾ എഴുതി വെക്കണം. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. ഓക്കെ സാർ, ക്ലിയർ ആണ് സാർ. അപ്പം ഇത്ര ആയപ്പോഴത്തേക്ക് ആ പ്രോബ്ലം കഴിഞ്ഞു. അപ്പൊ ഞാനിപ്പോ ഈ വരച്ചതിന്റെ ഈ PDF ഡോക്യുമെന്റ് അയച്ചു തരാം വാട്സാപ്പിൽ. ഓക്കെ. ഓക്കെ സാർ. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഏത് ക്വസ്റ്റ്യനാ? അടുത്ത ഏതാ വേണ്ടേ? ഫോർ പോയിന്റ് ഏതാണ്? 4.1818. ഓക്കെ, എത്രയാണ്? 1818. ഓക്കെ, 4.18. ഓക്കെ, ഞാനിപ്പോ ഈ ഒരു ഡ്രോയിങ് ഞാനിപ്പോ വാട്സാപ്പിൽ അയച്ചു തരാം. ഓക്കെ, ഒരു സെക്കൻഡ്. യെസ് സാർ. അല്ല, ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അയച്ചു തരാം. ഓക്കെ, എല്ലാം കൂടെ ഒരുമിച്ച്. ഓക്കെ, ശരി. യെസ് സാർ. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു? 4.18. 4.18. ഓക്കെ, ഉം, 4.18. ഇതൊന്നുമില്ല. ഈ പ്രോബ്ലം എന്ന് പറയുന്നത്, ഓക്കെ, ആദ്യം ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ. ഓക്കെ,
അപ്പൊ ഏത് പ്രോബ്ലം കിട്ടിയാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗിവൺ ഡേറ്റാസ് ഒന്ന് എഴുതി വെക്കുക. ഓക്കെ. ഉം. അപ്പൊ ഇവിടെ എന്തൊക്കെയാ തന്നേക്കുന്നതെന്ന് പറയാം. ഗിവൺ ഡേറ്റാസ് എന്തൊക്കെയാണെന്ന് പറയാം. ക്വസ്റ്റൻ ഒന്ന് നോക്കിയിട്ട് പറയാം. ലൈനിന്റെ ലെങ്ത് 80 എന്നമാണ്. ഓക്കെ, അതായത് എ ബി എന്നുള്ള ലൈനിന്റെ ലെങ്ത് 80 mm. ഓക്കെ. പിന്നെ അത് 50 mm എബവ് HP ആണ്. ഏതാണ് 50 mm എബവ് HP അത് 50 mm? ഏത് പോയിന്റ്? എ എന്നുള്ള പോയിന്റ് ആണോ, ബി എന്നുള്ള പോയിന്റ് ആണോ, അതോ വേറെ ഏതെങ്കിലും പോയിന്റ് ആണോ? മിഡ് പോയിന്റ് അതിന്റെ. മിഡ് പോയിന്റ്. ഓക്കെ. നമ്മള് 4.9 പോയിന്റ് എ ആയിരുന്നു എബോവ് HP ഇൻ ഫ്രണ്ട് ഓഫ് VP അല്ലേ? ഉം. ഇവിടെ ഈ ലൈനിന്റെ മിഡ് പോയിന്റ് എന്നുള്ള മിഡ് പോയിന്റ് ആണ് എത്ര മില്ലിമീറ്റർ എബോവ് HP? 50 mm എബോവ് HP ആൻഡ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP അല്ലേ? അതെ സാർ. ഓക്കെ. ഓക്കെ, അടുത്ത പിന്നെ എന്തൊക്കെ തന്നേക്കുന്നത്? പിന്നെ തന്നിരിക്കുന്നത് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. ആ, പോയിന്റ് എം തന്നിട്ടുണ്ട്. 50 mm എബോവ് HP, അത് ഞാൻ പറഞ്ഞല്ലോ. 30 mm ഇൻ ഫ്രണ്ട് ഓഫ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. ആ. പിന്നെ അതാണെങ്കിൽ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് HP ആയിട്ട്. ഓക്കെ, അതായത് HP-യുടെ ആംഗിൾ അല്ലേ? എച്ച് ആ പി മിഡ് പോയിന്റ് 45 ഡിഗ്രി ഇൻക്ലൈൻഡ്. ഓക്കെ, HP-യുടെ ആംഗിൾ 45 ഡിഗ്രി, VP-യുടെ ആംഗിൾ 30 ഡിഗ്രി. 30 ഡിഗ്രി. ഓക്കെ, ഡ്രോ ദി പ്രൊജക്ഷൻസ്. പ്രൊജക്ഷൻസ് മാത്രം വരച്ചാൽ മതി, ട്രേസ് ഒന്നും വരയ്ക്കണ്ട. നോക്കി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ, ഓൺലി പ്രൊജക്ഷൻസ് മാത്രം വരച്ചാൽ മതി. ഓക്കെ. ഉം. ഈ പ്രോബ്ലത്തിന് പറയുന്ന പേരാണ് മിഡ് പോയിന്റ് പ്രോബ്ലം. എന്താണ് മിഡ് പോയിന്റ് പ്രോബ്ലം? മിഡ് പോയിന്റ് പ്രോബ്ലം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇത് ചിലപ്പോൾ സാധാരണ ചോദിക്കാറുണ്ട് ഈ ടൈപ്പ് പ്രോബ്ലംസ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വരച്ചു തുടങ്ങാം. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാർ. ഡ്രോയിങ് ഷീറ്റ് ആണോ കാണുന്നത്? ആ ഡ്രോയിങ് ഷീറ്റ്. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ നേരത്തെ പോലെ തന്നെ വരച്ചു. എന്റെ കൂടെ വരച്ചു. ആദ്യം ഒരു ലൈൻ വരയ്ക്കുക, XY ലൈൻ വരയ്ക്കുക. വരച്ചു സാർ. ഓക്കെ. ഇനി ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്കെ, ഞാനൊന്ന് വരച്ചു കാണിക്കാം ആദ്യം മാനുവലി. ഓക്കെ, ഇതാണ് നമ്മുടെ VP എന്ന് പറയുന്ന പ്ലെയിന്. ഇതാണ് HP എന്ന് പറയുന്ന പ്ലെയിൻ. സോ ദിസ് ഈസ് HP, ദിസ് ഈസ് VP. അപ്പൊ ഇവിടെ AB എന്നൊരു ലൈൻ ഉണ്ട്. ഇതാണ് AB എന്നൊരു ലൈൻ. AB എന്നൊരു ലൈൻ. ആ AB എന്നുള്ള ലൈനിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? 80. എത്രയായിരുന്നു? ആ ലൈനിന്റെ ലെങ്ത് 80. 80. അപ്പൊ 80 ആണ്. അതിന്റെ മിഡ് പോയിന്റ് ഉണ്ട്. മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇത് 40 ആയിരിക്കും, ഇത് 40 ആയിരിക്കും അല്ലെ? AM 40 ആണ്, MB 40 ആണ്, ശരിയല്ലേ? യെസ് സാർ. ഓക്കെ. ഇനി ഈ ലൈൻ, ഈ പോയിന്റ് മിഡ് പോയിന്റ് ആണ് എബോവ് HP. എത്രയാ മിഡ് പോയിന്റ് എബോവ് HP? എത്രയായിരുന്നു? മിഡ് പോയിന്റ് എബവ് HP 50 mm. 50 mm. സോ ഈ ഡിസ്റ്റൻസ് 50 mm ആണ്. ആൻഡ് മിഡ് പോയിന്റ് ഇൻ ഫ്രണ്ട് ഓഫ് VP എത്രയാണ്? എത്രയാ? സാർ കേട്ടില്ല. എത്ര ഇൻ ഫ്രണ്ട് ഓഫ് VP എത്രയാണ്? മിഡ് പോയിന്റ് ഇൻ ഫ്രണ്ട് ഇൻ ഓഫ് ഫ്രണ്ട് ഓഫ് 30. 30 mm. ഓക്കെ, ശരി. ഇനി ഈ ലൈന് ഇൻക്ലൈൻഡ് ടു HP എത്ര ഡിഗ്രിയാണ്? HP-യുടെ ആംഗിൾ എത്രയാ? HP ആംഗിൾ എത്ര ഡിഗ്രിയാ? സ്പീഡ് ആംഗിൾ ആണെങ്കിൽ
45 ഡിഗ്രി. 45 ഡിഗ്രി ഇൻക്ലൈൻ ടു HP. ഇനി ആ, ഇത് VP ആംഗിൾ എത്രയാ? VP ആംഗിൾ ഇതാ ഇത്. VP ആംഗിൾ എത്രയാ? GPയുടെ ആംഗിള് 30 ഡിഗ്രി. 30 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫോട്ടോ എന്നെടുത്തേ. ഇപ്പൊ ഞാൻ ഇത് ക്ലിയർ ചെയ്യുമ്പോൾ ഇതങ്ങ് പോകും. ഇതിന്റെ ഫോട്ടോ എന്നെടുത്തോ. ഇതാണ് ഫ്രണ്ട് വ്യൂ, ഇതാണ് ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ, ഇതാണ് ടോപ്പ് വ്യൂ ഡയറക്ഷൻ. ഓക്കെ, ഫോട്ടോ എടുത്തോ ഇതിന്റെ. ഫോട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇനി അത് വരയ്ക്കുമ്പോൾ ഈ പിക്ചർ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് പറയണം ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, ആ ശരി. ഓക്കെ, അപ്പം XY ലൈൻ വരച്ചല്ലോ ആദ്യം അല്ലേ? XY ലൈൻ. XY ലൈൻ വരച്ചു. ഓക്കെ, ഇനി ഇനി ഞാൻ നമ്മൾ നേരത്തെ 4.9 ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. മിഡ് പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കാൻ പോവാണ്. മിഡ് പോയിന്റ് എബോവ് HP എത്രയായിരുന്നു? മിഡ് പോയിന്റ് എബോവ് HP എത്രയായിരുന്നു? 50. എത്രയായിരുന്നു? 50. ഓക്കെ, അപ്പൊ 50 mm മാറിയിട്ട് എബോവ് HP വരച്ചു. പിന്നെ 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. മിഡ് പോയിന്റ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പൊ ഇത് വരച്ച് ആദ്യം. വരയ്ക്കുമ്പോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഉം. ഇത് മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഏ ഏതാ കേട്ടോ? അല്ല, റൂംമേറ്റ്. ആ, ഓക്കെ, അപ്പം M ഡാഷ്, ഈ പോയിന്റിന് M ഡാഷ് എന്ന് കൊടുക്കുക. M ഡാഷ് യെസ് സർ. M ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിഡ് പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. അത് 50 mm എബോവ് HP ആണ്. പിന്നെ താഴെ ഇതേപോലെ തന്നെ ഇവിടെ ഇതേപോലെ തന്നെ M എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യും. ഓക്കെ, ഇത്രയും ചെയ്തോ. ഇത്രയും ചെയ്തോ. വരച്ചു. ഓക്കെ, അപ്പം M ഡാഷും M മാർക്ക് ചെയ്തല്ലോ അല്ലെ? M ഡാഷും M മാർക്ക് ചെയ്തല്ലോ. ഓക്കെ, അപ്പം M ഡാഷ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ ഇവിടെ നിന്ന് എഴുതാം. M ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രണ്ട് വ്യൂ ഓഫ് മിഡ് പോയിന്റ് M. ഓക്കെ, ദെൻ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ ഓഫ് മിഡ് പോയിന്റ് M. ഓക്കെ, അപ്പൊ അത് മാർക്ക് ചെയ്തു. ഇനി നമുക്കറിയാം ഈ ലൈനിന്റെ ലെങ്ത് എത്രയാണ്? 80 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പക്ഷേ ഇത് നമ്മൾക്ക് മിഡ് പോയിന്റ് ആണെന്ന് അറിയാം. അപ്പം മിഡ് പോയിന്റ് മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 40 mm ആണ്. 40, 80 അല്ല. മനസ്സിലായോ? അപ്പൊ ഞാൻ ഈ M ഡാഷിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കാം. ഈ ലൈനിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 അല്ല. എത്രയാണ്? 80യുടെ പകുതി എത്രയാണ്? 40. മനസ്സിലായോ? യെസ് സർ. ബിക്കോസ് ഇത് മിഡ് പോയിന്റ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എത്രയാണ് എച്ച് പിയുടെ ആംഗിൾ എത്രയാണ്? എച്ച് പിയുടെ ആംഗിൾ എച്ച് പി ആണെങ്കിൽ 45 ഡിഗ്രി HP ആംഗിൾ. അപ്പൊ ഈ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. എച്ച് പിയുടെ ആംഗിൾ 45. അപ്പൊ ഈ ആംഗിൾ 45. അപ്പൊ ഇത് വരച്ച് ഇതിന് B1' എന്ന് പേര് കൊടുക്കും. B1'. 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 എന്നിട്ട് പഴയ പോലെ തന്നെ ഇത് ഈ പോയിന്റിൽ കൂടെ എന്ത് വരയ്ക്കുക? ലോക്കസ് ലൈൻ വരയ്ക്കുക. ലോക്കസ് ലൈൻ, ചെയിൻ ലൈൻ വരയ്ക്കുക. ഈ B1' കൂടി ലോക്കസ് ലൈൻ വരയ്ക്കുക, ചെയിൻ ലൈൻ. യെസ് സർ. എന്നിട്ട് അതിന് പേര് കൊടുക്കുക ഫ്രണ്ട് വ്യൂ, ഫ്രണ്ട് വ്യൂ, ഫ്രണ്ട് വ്യൂ ലോക്കസ് ലൈൻ ഓഫ് പോയിന്റ് ബി. ഫ്രണ്ട് വ്യൂ ലോക്കസ് ലൈൻ ഓഫ് പോയിന്റ് ബി. ഓക്കെ. യെസ് സർ. എന്നിട്ട് അതിനെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ഈ B1' എന്ത് ചെയ്യണം? നേരെ താഴോട്ട് പ്രൊജക്ട് ചെയ്യുക. എവിടെ വരെ പ്രൊജക്ട് ചെയ്യണം? ഈ ഒരു M വരെ. ഓക്കെ, മനസ്സിലായോ? ശരി സർ. ഇതാ ഇങ്ങനെ ഇവിടം വരെ പ്രൊജക്ട് ചെയ്യും. എന്നിട്ട് ഇതിന് പേര് കൊടുക്കുക B1 എന്ന് പേര് കൊടുക്കുക. ഇതിന് B1. B1 സ്മോൾ ലെറ്റർ ആണ്. സ്മോൾ ലെറ്റർ B1. സ്മോൾ ലെറ്റർ B1. ഓക്കെ. യെസ് സർ. ഓക്കെ. ഇനി VPയുടെ ആംഗിൾ എത്രയാ? VPയുടെ ആംഗിൾ എത്രയാ? VPയുടെ ആംഗിൾ VPയുടെ ആംഗിൾ 30 ഡിഗ്രി. 30 ഡിഗ്രി. ഓക്കെ, അപ്പൊ അത് താഴെ ടോപ്പ് വ്യൂവിൽ മാർക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ എമ്മിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. അഗെയിൻ ഈ ലൈനിന്റെ ലെങ്ത് 80 അല്ല, എത്ര എടുക്കണ്ടേ? ഈ വരയ്ക്കുന്ന ലൈനിന്റെ ലെങ്ത് എത്ര എടുക്കണം? 80 എടുക്കരുത്. എത്ര എടുക്കണം? 40. ബിക്കോസ് 40 എടുക്കണം. മിഡ് മിഡ് പോയിന്റ് ആണ്. പോയിന്റ്. മിഡ് പോയിന്റ് ആയതുകൊണ്ട്. ഓക്കെ, 80 എടുക്കരുത്. 80 എടുത്താൽ തെറ്റാ. യെസ് സർ. ഓക്കെ, സോ 40 എടുത്തു. എന്നിട്ട് VPയുടെ ആംഗിൾ എത്ര ഡിഗ്രി എന്നാ പറഞ്ഞ? 30യോ? എത്രയായിരുന്നു? VPയുടെ ആംഗിൾ 30 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഈ ലൈനിന്റെ ആംഗിൾ 30 ഡിഗ്രി ആണ്. ഈ ലൈനിന്റെ ആംഗിൾ 30 ഡിഗ്രി. എന്നിട്ട് ഈ പോയിന്റിന് B2 എന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ B2. ഇതിന് പേര് കൊടുക്കുക B2. ദിസ് ഈസ് B2. ദിസ് ഈസ് B2. ദിസ് ഈസ് B2. ഇനി ഈ B2വിൽ കൂടെ എന്ത് ചെയ്യുക? B2വിൽ കൂടി ലോക്കസ് ലൈൻ വരയ്ക്കുക, ചെയിൻ ലൈൻ. യെസ് സർ. ഓക്കെ, എന്നിട്ട് അതിന് പേര് കൊടുക്കുക ടോപ്പ് വ്യൂ ലോക്കസ് ഓഫ് പോയിന്റ് ബി. ടോപ്പ് വ്യൂ ലോക്കസ് ഓഫ് പോയിന്റ് ബി. ടോപ്പ് വ്യൂ ലോക്കസ് ഓഫ് പോയിന്റ് ബി. ഓക്കെ. യെസ് സർ. ഇനി നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ B2വിൽ നിന്ന് നേരെ എന്ത് ചെയ്യുക? B2വിൽ നിന്ന് നേരെ മുകളിലോട്ട് ഇതാ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുക. ഓക്കെ, അത് എവിടെ വരെ പ്രൊജക്ട് ചെയ്യുള്ളൂ? M' വരെ പ്രൊജക്ട് ചെയ്യുള്ളൂ. M' വരെ പ്രൊജക്ട് ചെയ്യും. യെസ്. M'. ഓക്കെ, എന്നിട്ട് അതിന്
B2 ഡാഷ് എന്ന് പേര് കൊടുക്കുക. B2 ഡാഷ്, അതിന് B2 ഡാഷ് എന്ന് പേര് കൊടുക്കുക. B2 ഡാഷ്, B2 ഡാഷ് എന്ന് പേര് കൊടുക്കുക. ഓക്കെ, യെസ്. B2 ഡാഷ് എന്ന് പേര് കൊടുക്കുക. ഓക്കെ ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കോമ്പസ് എടുത്തിട്ട് M ഡാഷ് സെന്റർ, M ഡാഷ് സെന്റർ, M dash B2 dash radius, draw an arc. Okay, M dash center, M dash B2 dash radius, draw an arc. So this point is B dash. This point is B dash. This point is B dash. Ini join M dash and join M dash and B dash. Join M dash and B dash. Okay, so M dash B dash. Okay. Yes, sir. M dash center, M dash B2 dash radius, draw an arc. You will get M dash B dash. M dash B dash ആണ് ഫ്രണ്ട് വ്യൂ. പക്ഷെ ഈ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഈ ഹാഫ് ലെങ്തിന്റെ മാത്രമാണ്, മനസ്സിലായില്ലേ? So front view, total length of front view, total length of front view equals M dash B dash M dash B dash into 2 equals, മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഈ M dash B dash, ഹലോ കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നുണ്ട് സർ. ഓക്കെ, ഈ M dash B dash എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ലൈനിന്റെ ലെങ്ത് എത്രയാണ്? 80 ഉള്ളൂ. യെസ് സർ. അപ്പം 40യുടെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കിട്ടിയേക്കുന്നത്. നമുക്ക് വേണ്ടത് എത്രയുടെയാണ്? 80യുടെ ആണ് നമുക്ക് വേണ്ടത്, മനസ്സിലായോ? യെസ്. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ ഇതിനെ ഇൻറ്റു 2 ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ മെഷർമെന്റ് എടുത്തിട്ട്, ഇപ്പൊ ഇത് എത്രയാ? 34.641 ആണ് ഫ്രണ്ട് വ്യൂ. അപ്പൊ ഞാൻ ടോട്ടൽ ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്തിന് എന്ത് ചെയ്യണം? 34.61 ഇൻറ്റു 2 ചെയ്യണം, മനസ്സിലായോ? യെസ് സർ. 34.641 ഇൻറ്റു 2. 34.641 ഇൻറ്റു 2 എന്ന് പറഞ്ഞു വരും. ഓക്കെ, യെസ് സർ. അപ്പൊ അത് എത്ര വരും എന്ന് നോക്കണം കാൽക്കുലേറ്ററിൽ. കാൽക്കുലേറ്റർ ഉണ്ടോ അതിന്? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് 34.641 ഇൻറ്റു 2. 69.282. 69.28 millimeter. ഓക്കെ, സോ ഇതാണ് ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? യെസ് സർ. ഓക്കെ, ഇനി താഴെ ഫ്രണ്ട് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബി ഡാഷിന്ന് നേരെ ഒരു പ്രൊജക്ഷൻ ലൈൻ നേരെ താഴോട്ട്. യെസ് സർ. ഓക്കെ, എന്നിട്ട് ഇതിന് ബി എന്ന് പേര് കൊടുക്കുക. ദിസ് ഇസ് ബി. B. Okay, then join Yes sir. join M and B. Okay, അതും ഡാർക്ക് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഇതാണ്, ഇത് ടോപ്പ് വ്യൂ ആണ്. പക്ഷെ ഇത് ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഹാഫ് ലെങ്തിന്റെ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ length of top view, total length of top view equals എന്ത് ചെയ്യണം? MB into 2 ചെയ്യണം, മനസ്സിലായോ?
അതെന്തുകൊണ്ടാന്ന് മനസ്സിലായോ? അത് ഇൻറ്റു 2 ചെയ്യേണ്ടത് എന്തുകൊണ്ടാന്ന് മനസ്സിലായോ? മനസ്സിലായി. എന്തുകൊണ്ടാ? അതാണെങ്കിൽ മിഡ് പോയിന്റ് ആയിട്ട്. അതായത് നമ്മളിപ്പോ ഈ ഫിഗർ വരച്ചേക്കുന്നത് പകുതി ഹാഫ് ലെങ്ത് എടുത്താ വരച്ചേക്കുന്നത്. 80 എടുത്തിട്ടല്ല വരച്ചേക്കുന്നത്, 40 എടുത്താ വരച്ചേക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ്. ഓക്കെ യെസ്. ഓക്കെ. അപ്പൊ ഇവിടെ ഇതിന്റെ ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് എത്രയാന്ന് നോക്കട്ടെ. ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് എനിക്ക് കിട്ടിയത് 28.284. അപ്പൊ ഞാനത് ഇൻറ്റു 2 ചെയ്യണം. 28.284 ഇൻറ്റു 2 ഈക്വൽസ് എത്രയാണെന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പറഞ്ഞേ. 28.284 ഇൻറ്റു 2 എത്രയാണ്? എത്രയാണ്? 28.28 ഇൻറ്റു 2 28.282 into 2, 56.564. എത്രയാണ്? 6.564. ഓക്കെ, 56.564 മില്ലിമീറ്റർ. ഓക്കെ, ഇതാണ് ഫൈനൽ ആൻസർ. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി ഇതിനകത്ത് നമ്മൾ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യണം. ഡയമെൻഷൻസ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇതിൽ എന്തൊക്കെയാ തന്നേക്കുന്നത്? ആദ്യം നമ്മൾ മിഡ് പോയിന്റ് എബോ എച്ച് പി എത്രയായിരുന്നു? ഒന്നുകൂടെ പറഞ്ഞേ. മിഡ് പോയിന്റ് എബോ എച്ച് പി എത്രയാണ്? മിഡ് പോയിന്റ് എബോ എച്ച് പി എത്രയാണ്? ഹലോ, കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നു സർ. മിഡ് പോയിന്റ് എബോ എച്ച് പി എത്രയാ? മിഡ് പോയിന്റ് എബവ് HP ആണെങ്കിൽ 50. ഓക്കെ, അപ്പൊ അത് എന്റെ സ്ക്രീനിൽ കാണാമല്ലോ. 50 mm എബോ എച്ച് പി കാണാമല്ലോ. കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി മിഡ് പോയിന്റ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി എത്ര? ഫ്രണ്ട് ഓഫ് VP 30. 30. ഓക്കെ, അപ്പം അപ്പം ഞാൻ ചോദിക്കട്ടെ, പോയിന്റ് ബി എത്ര മില്ലിമീറ്റർ ആണ് എബോ എച്ച് പി? അറിയാമോ? പോയിന്റ് ബി എത്ര മില്ലിമീറ്റർ എബോ എച്ച് പി? അറിയാമോ? അറിയത്തില്ല. പക്ഷെ അത് അറിയാൻ എന്ത് ചെയ്താൽ മതി? ഈ മെഷർമെന്റ് എടുത്താൽ മതി. മനസ്സിലായോ? മെഷർമെന്റ്. ഇവിടെ കാണുന്നുണ്ടോ? 78.28 എന്ന് കാണുന്നുണ്ടോ? 78.28. കാണുന്നുണ്ട് സർ. ഓക്കെ, ഇതാണ് പോയിന്റ് ബി ആണ്. പോയിന്റ് ബി. ഓക്കെ, പോയിന്റ് ബി 78.28 മില്ലിമീറ്റർ എബവ് എച്ച് പി. പോയിന്റ് ബി 78.2 mm എബവ് എച്ച് പി. ഇനി പോയിന്റ് എം എത്ര മില്ലിമീറ്റർ ആണ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി? പോയിന്റ് എം എത്ര മില്ലിമീറ്റർ ആണ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി? ഹലോ, കേക്കാവോ? അല്ല, കേൾക്കുന്നുണ്ട് സർ. പോയിന്റ് എം എത്ര മില്ലിമീറ്റർ ആണ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി? 30 mm അല്ലേ? അപ്പൊ പോയിന്റ് ബി എത്ര മില്ലിമീറ്റർ ആണ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി? നമ്മൾ മെഷർ ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പൊ അത് മെഷർ ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 50 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞിട്ട് ഈ ഡിസ്റ്റൻസ് കണ്ടോ? 50 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. യെസ് സർ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈനിന്റെ ലെങ്ത് നമ്മൾ എത്ര എടുത്താ വരച്ചത്? 80 അല്ല, 40 എടുത്താ വരച്ചേക്കുന്നത്. അത് മാർക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് അത് മാർക്ക് ചെയ്യണം. അത് മാർക്ക് ചെയ്യണം. ഇനി ലൈൻ എച്ച് പിയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രിയാണ്. അത് മാർക്ക് ചെയ്യണം. ഫ്രണ്ട് വ്യൂ എച്ച് പിയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ അത് എത്ര നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യെസ് എനിക്ക് സർ. 54.7 ഡിഗ്രി എന്ന് പറഞ്ഞു കിട്ടും. സിമിലർലി താഴെ ഇതേപോലെ തന്നെ ഈ സാർ ലൈൻ ചിലപ്പോൾ നെറ്റിന്റെ തീരും ഇപ്പം. നെറ്റ് തീരും. ഓക്കെ, അത് അപ്പം എപ്പോഴാന്ന് പറഞ്ഞാൽ മതി എടുക്കേണ്ടത്. ഓക്കെ ഓക്കെ, 40 mm ഇത്. ഓക്കെ, ദെൻ ഇത് ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് 28.28. പിന്നെ ആംഗിള് 30 ഡിഗ്രി. ടോപ്പ് വ്യൂവിന്റെ ആംഗിള് 45 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇത് ക്വസ്റ്റ്യൻ നമ്പർ എത്രയായിരുന്നു? 4.18 എത്രയായിരുന്നു? 4.